നമസ്കാരം. വാസ്തുവും വിശ്വാസവും എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിജ്ഞാനം വിരൽത്തുമ്പിൽ എന്ന പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ ഗൃഹനിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളാണ് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി ഗൃഹം നിർമ്മിക്കുന്നതിന് ഭൂമി എങ്ങനെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ആ ഭൂമിയെ എങ്ങനെ പരീക്ഷിക്കാം, അതിൻ്റെ ഗുണദോഷം എങ്ങനെ അറിയാം എന്നതിനെ സംബന്ധിച്ച് ആ 5 മാർഗങ്ങളെക്കുറിച്ചും ഭൂമിയിൽ അറിയേണ്ട ചില വ്യത്യാസ കാര്യങ്ങളെക്കുറിച്ചും മൊത്തം ആകെ 6 വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ഷോർട്ട് വീഡിയോ ആയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണണം. കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ ഈ വീഡിയോയിലെ ചർച്ചാ വിഷയം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഗൃഹനിർമ്മാണത്തിനെ സംബന്ധിച്ചതാണ്. ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വാസ്തുശാസ്ത്രപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 2 വിധമാണ്. 2 വിധം ക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് ഉഗ്ര ക്ഷേത്രങ്ങളും രണ്ടാമത് ശാന്തമൂർത്തികളായ ക്ഷേത്രങ്ങളും. ഈ 2 മൂർത്തികളുടെയും ക്ഷേത്രങ്ങൾ വെവ്വേറെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇനി ഈ ക്ഷേത്രങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ താന്ത്രിക വിധിപ്രകാരം പ്രതിഷ്ഠിച്ച് പൂജാകർമ്മങ്ങൾ നടത്തുന്ന ആരാധനാലയങ്ങളെയാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് നമുക്ക് എങ്ങനെ ഗൃഹം പണിയാം? ശാന്തമൂർത്തികളായ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ എങ്ങനെ ഗൃഹം പണിയാം? ഉഗ്രമൂർത്തികളായ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ എങ്ങനെ ഗൃഹം പണിയാം? ശാന്തമൂർത്തികൾ ഏതെല്ലാമാണ്, ഉഗ്രമൂർത്തികൾ ഏതെല്ലാമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിശദമായ വീഡിയോകളെല്ലാം അടുത്ത ഹ്രസ്വ വീഡിയോകളായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. അതിനാൽ ഇപ്പോൾ തൽക്കാലം ഈ വീഡിയോ നമ്മളിവിടെ ഈ 2 വിഷയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും നൽകാനും വേണ്ടപ്പെട്ടവർക്ക് വലിയക്കാർക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ ഏതാനും വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചതെല്ലാം ഹ്രസ്വ വീഡിയോകളാണ്. കാരണം ഹ്രസ്വ വീഡിയോകളായാൽ മാത്രമേ നിങ്ങൾക്കത് മനഃപ്പാഠമായി മനസ്സിലാക്കാനും നോട്ടുകൾ കുറിച്ച് വയ്ക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഹ്രസ്വ വീഡിയോകളാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും സൗകര്യം. അതുകൊണ്ട് അതിന് സഹകരിക്കണം. ചില വീഡിയോകൾ മാത്രം ഞങ്ങൾ ലോങ് വീഡിയോകളാക്കുന്നുണ്ട്. അതുകൂടെ കാണാൻ മറക്കരുത് എന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. പൊതുവേ ഇന്ന് വാസ്തുശാസ്ത്ര വിഷയത്തിന് പ്രചാരം വളരെ കുറവാണ്. കാര്യം ഇത് പഠിക്കാനുള്ള ആൾക്കാരും മുന്നോട്ട് വരുന്നില്ല. നമുക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു അറിവ് ലഭിക്കണമെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലോ നമ്മുടെ വാർഡിലോ ഒക്കെ അന്വേഷിച്ചാൽ വിരലിലെണ്ണാവുന്നവർ പോലും ഈ ശാസ്ത്രം അറിയാവുന്നവരില്ല. അതിനാൽ നമ്മളൊരു ആവശ്യം വരുമ്പോഴത്തേക്ക് അന്യനാട്ടിൽ പോയി ആൾക്കാരെ കൊണ്ടുവരേണ്ടി വരുന്നു. അവർക്ക് ഭീമമായ ഫീസ് നൽകേണ്ടി വരുന്നു. അതുകൊണ്ട് ആ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ സ്വന്തം കാര്യത്തിനെങ്കിലും ഈ അറിവുകൾ ഉപകാരപ്പെടും. അതിനാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എല്ലാവർക്കും കുട്ടികളെ LKGയിലാക്കുന്നത് മുതൽ അവർക്ക് ഡോക്ടറോ എഞ്ചിനീയറോ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകളിലോ IT ഫീൽഡുകളിലോ എത്തിക്കണമെന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ ശാസ്ത്ര വിഷയങ്ങളിലേക്ക് അവർക്കൊക്കെ താല്പര്യം വളരെ കുറവാണ്. അതുകൊണ്ടും ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രം ഇപ്പോൾ വളരെ പരിമിതമായി ജനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ആ ഒരവസ്ഥ മാറണം. എല്ലാവർക്കും ഈ അറിവ് കിട്ടണം എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് നിങ്ങൾക്ക് യാതൊരു ചിലവുമില്ല. ദിവസത്തിൽ തിരക്കിനിടയ്ക്ക് 1-2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റോ ഒക്കെ ചിലവായി ചെയ്താൽ മതി. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന അറിവുകൾ ഈ വീഡിയോയിലൂടെ കിട്ടും. അതെല്ലാവരും നിങ്ങൾ മനസ്സിലാക്കാൻ ഉള്ള സമയം കണ്ടെത്തണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നമസ്കാരം.